കടൽ ചാടാൻ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും തോട് കടക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഒഴുകിപ്പോകുമോ എന്നുള്ള പേടിയാണ്. ആത്മഹത്യ ചെയ്യാൻ കിണറ്റിൽ ചാടിയവൻ നീർക്കോലിയെ കണ്ട് കയറിപ്പോന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഞെരിപ്പോടിന് അടുത്തിരുന്നാൽ ചൂട് തട്ടും എന്നത് ഉറപ്പാണല്ലോ. നമുക്ക് വളരെയേറെ പ്രതിസന്ധികളിൽ നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടമാണിത്. നമ്മളുടെ സമുദായ ബോധം നഷ്ടപ്പെടുന്നുണ്ട്, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പലർക്കും ഭയമാണ്, പേടിയാണ്. കടൽ ചാടാൻ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും തോട് കടക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഒഴുകിപ്പോകുമോ എന്നുള്ള പേടിയാണ്. ആത്മഹത്യ ചെയ്യാൻ കിണറ്റിൽ ചാടിയവൻ നീർക്കോലിയെ കണ്ട് കയറിപ്പോന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് ഭയങ്കര പേടിയാണ് പല കാര്യത്തിനും. സത്യം പറയാനായിട്ട് പലപ്പോഴും പലരും ഭയപ്പെടുന്നത് പോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ സമുദായം, നമ്മുടെ സഭ ബലഹീനമാകുന്നതിൻ്റെ അടയാളമാണ്. മദ്യവും മയക്കുമരുന്നും അതുപോലുള്ള മറ്റ് ഒരുപിടി കാര്യങ്ങൾ നമ്മുടെ യൂത്തിനെ ശല്യപ്പെടുത്തുന്നുണ്ട്. വലിയ കലഹങ്ങളുണ്ടാകുന്നുണ്ട്. അരാജകത്വം ധാരാളം വീടുകളിലുണ്ട്. മദ്യപിക്കുന്ന, മയക്കുമരുന്നിന് അടിമയാകുന്ന ഏതാനും ആളുകൾ മാത്രമേ ഉള്ളുവെങ്കിൽ പോലും അവരോട് ബന്ധപ്പെടുന്നവരെല്ലാം ക്രമേണ നശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞെരിപ്പോടിന് അടുത്തിരുന്നാൽ ചൂട് തട്ടും എന്നത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് നമ്മൾ നല്ല ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കാർഷിക മേഖലയിൽ വളരെയേറെ പ്രതിസന്ധികൾ നമുക്കുണ്ട്. തോട്ടം തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധികളുണ്ട്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അതിലേറെ പ്രശ്നങ്ങളുണ്ട്.